ഹേ ഗായ്സ്, ഒന്നാമത് ഇപ്പോൾ രാത്രി മുതലേക്ക് നല്ല വിശപ്പാണ്. അതിൻ്റെ കൂടി ഇരുന്ന് കാണുന്നതോ ഫുള്ള് ഫുഡിൻ്റെ വീഡിയോസും. ഞാനിരുന്നത് മുട്ട പബ്ജി കളിയായിരുന്നു കേട്ടോ. മൃദുല പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ ആകപ്പാടെ 2 മുട്ട അടുക്കളയിലുള്ളൂ. അങ്ങനെ പബ്ജി കളിച്ചുകൊണ്ടിരുന്ന എന്നെ ഉന്തിത്തള്ളി വിട്ടിട്ടുണ്ട്. ഞാൻ പോയി സവാള അരിയുമ്പോൾ കരയരികൾ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഈ ഹെൽമെറ്റ് ഇട്ട് അരിയുക എന്നുള്ള ഉള്ള ടിപ്സ് ഒന്നും പറയല്ലേ. അത് കഴിഞ്ഞാണ്ട് നമ്മൾ 2 മുട്ടയും കൊണ്ട് പൊട്ടിച്ചൊഴിച്ചു. ഇനിയാണ് കഥയുടെ ആരംഭം. അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മുട്ടയും കൊണ്ട് പാനിലോട്ട് ഒഴിച്ചതിന് ശേഷം ഇത് ഒരു വിധത്തിൽ പുല്ല് ഇളവി വരുന്നില്ല. ഞാൻ അങ്ങോട്ട് ഇട്ട് തിരിച്ച് ഇങ്ങോട്ട് ഇട്ട് തിരിച്ച് ഇത് ഇളവി വരണ്ട. ഇത് എൻ്റെ പരാക്രമം കണ്ടിട്ട് അച്ഛൻ എന്തേ ഹാളിൽ നിന്ന് വന്നു. അച്ഛൻ സാധാരണ എന്നെ അടുക്കളയിലൊന്നും കാണാത്തതാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ അടുക്കളയിൽ കാണുന്നത്. അതിൻ്റെ ഒരു അതിശയം അച്ഛനുണ്ട്. ഈ കിടക്കുന്നത് അമീബ അല്ല, ഇത് ഞാൻ പൊരിച്ച മുട്ടയാണ് ഈ കിടക്കണം. ഇവിടെ പാരാത്രിക്ക് ചെയ്തു വെച്ച പരിപാടി ഇവ ഗ്യാസ് ഓഫാക്കാതെ പ്ലേറ്റ് എടുത്താലും മണ്ട വെച്ചു. അയ്യോ, അച്ഛൻ ഇപ്പൊ എന്തുമായിരിക്കും മനസ്സിലായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ. നീ എന്തിനാണ് ഇറങ്ങിയത്? ഞാൻ പൊരിച്ചു തരൂലായിരുന്നു. പിന്നത് നോക്കിയില്ല, നമ്മൾ നേരെ കടയിൽ പോയി ഒരു ഓംപ്ലേറ്റും ദോശയും പാഴ്സൽ വാങ്ങി അവ കൊണ്ട് കൊടുത്ത് അവളിരുന്ന് കഴിച്ചു. അപ്പൊ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. ലവ് യു, ബൈ.